കുറ്റാക്കുരുട്ടത്ത് അപ്പനും മകനും മാനം നോക്കി ഇരിക്കുകയാണ്. അപ്പൻ കുഞ്ഞിനോട് ചോദിച്ചു, ദൈവം ഇപ്പോൾ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നീ എന്ത് ചോദിക്കും? കുഞ്ഞപ്പനോട് ചോദിച്ചു, അപ്പനെന്ത് ചോദിക്കും? അപ്പൻ പറഞ്ഞു, കുറച്ചുകൂടി നക്ഷത്രങ്ങൾ തരണേ എന്ന് ചോദിക്കും. കാരണം അത്രയ്ക്ക് ഇരുട്ടല്ലേ മോനെ. നീ എന്ത് ചോദിക്കും? അപ്പനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് മറുപടി പറഞ്ഞു, കുറച്ചുകൂടി ഇരുട്ട് തരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൻ അത്ഭുതത്തോട് ചോദിച്ചു, ഇരുട്ടെന്തിനാ മോനെ? അപ്പോൾ കുഞ്ഞ് അകത്തുള്ള മഹാവെട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചു, ഇരുട്ട് കൂടുമ്പോൾ നക്ഷത്രങ്ങളുടെ തിളക്കം കൂടും. വേർ ദർ ഈസ് ഗ്രേറ്റ് ഡാർക്ക്നെസ് സ്റ്റാർസ് ബിക്കം ബ്രൈറ്റർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദുഃഖനേരങ്ങളിലൂടെ കടന്നു പോകാത്ത ആരാണ് നമ്മളിലുള്ളത്? ദുഃഖനേരങ്ങളെ ശരിയില്ലാ നേരങ്ങളെന്നാണ് നമ്മൾ വിളിക്കുക. ഇപ്പോൾ ഞാനെന്ന് പറയട്ടെ, ദുഃഖനേരങ്ങൾ ഏറ്റവും നല്ല നേരങ്ങളല്ലേ? നിങ്ങൾ സമ്മതിച്ചേരില്ല, പക്ഷേ സമ്മതിച്ചേ തീരൂ. ദുഃഖനേരങ്ങൾ വേണം. കാരണം ദുഃഖനേരങ്ങളിൽ അത്ഭുതകരമായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇരുട്ടത്ര മോശമൊന്നുമല്ല. ഇരുട്ട് നമ്മോട് വെട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഇരുൾ നേരങ്ങൾ വേണം, അതൊരാവശ്യമാണ്. ഗുരുവിനോട് ശിഷ്യൻ ചോദിക്കുന്നു, ഇരുട്ടിനെയാണോ നക്ഷത്രങ്ങളെയാണോ കൂടുതലിഷ്ടം? ഗുരു പറഞ്ഞു, എനിക്കിഷ്ടം ഇരുട്ടിനെയാണ്. അതെന്താണ്? ഗുരു പറഞ്ഞു, ഇരുട്ടില്ലാതെ എങ്ങനെയാ മോനെ നക്ഷത്രം കാണുക? നക്ഷത്രം കാണാൻ സാധിക്കുന്നത് ഇരുട്ടുള്ളതുകൊണ്ടാണ്. കുഞ്ഞ് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇരുട്ടെല്ലാം മാറ്റിത്തരണമേ. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ ഇരുട്ടെല്ലാം മാറ്റിത്തരാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അകത്തുള്ള നക്ഷത്രം കാണാൻ വെട്ടം തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, ഉൾക്കണ്ണിൻ്റെ വെട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി, നിങ്ങൾക്ക് വീഴ്ചകളുണ്ടായി. അത് അത്ര വലിയ പ്രശ്നമാണോ? റിതമാറ്റിക്കായിട്ട് ഒരാൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാവിങ് പ്രോബ്ലം ഇൻ യുവർ ലൈഫ് ഈസ് നോട്ട് എ പ്രോബ്ലം, തിങ്കിങ് ഹാവിങ് പ്രോബ്ലം ഈസ് എ പ്രോബ്ലം ഈസ് ദ പ്രോബ്ലം. മലയാളത്തിൽ പ്രശ്നം ഉണ്ടാവുന്നതല്ല പ്രശ്നത്തിലെ വലിയ പ്രശ്നം, പ്രശ്നമുണ്ടാവുന്നത് പ്രശ്നമാണെന്ന് കരുതുന്ന പ്രശ്നമാണ് പ്രശ്നത്തിലെ ഏക പ്രശ്നം. അപ്പോൾ പ്രശ്നം ഉണ്ടായെന്ന് കരുതി അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പ്രശ്നങ്ങളൊക്കെ വേണമെന്ന്. പ്രശ്നത്തെ പ്രശ്നമായി കരുതുന്ന പ്രശ്നം പോലെ വല്ല പ്രശ്നം ഏറെ ഉണ്ടോ? അപ്പം അതുകൊണ്ട് പ്രശ്നത്തെ വലിയ പ്രശ്നമായിട്ട് കാണാതിരിക്കുക. ദുഃഖങ്ങളൊക്കെ വേണം. അതുകൊണ്ടാണ് പണ്ടത്തെ കവി പാട്ട് ഇങ്ങനെ എഴുതിയത്, ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം. അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങണം. ഗുഡ് മോർണിംഗ് മൈ പ്രോബ്ലംസ്, ഗുഡ് മോർണിംഗ് മൈ സോറോസ്, ഐ എം ഓക്കെ വിത്ത് യു. അങ്ങനെ പറഞ്ഞ് ശീലിക്കുന്നത് ജീവിതം നന്നായിരിക്കില്ലേ? ഇംഗ്ലീഷ് കവി ദുഃഖത്തെ ബിറ്റർ സ്വീറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. നല്ല ടേമാണത്. അതായത് മധുരമുള്ള കയ്പ്, ബിറ്റർ സ്വീറ്റ്, അതാണ് ദുഃഖം. ആ ദുഃഖം നിങ്ങൾക്ക് വേണം. റോബർട്ട് ബ്രൗണിങ് സുന്ദരമായ കവിത എഴുതിയിട്ടുണ്ട്, ഞാൻ സന്തോഷത്തിൻ്റെ കൂടെ നടക്കാനിറങ്ങി, ചല്ലാപ്പില്ല സംസാരിച്ചുകൊണ്ടിരുന്ന സന്തോഷം. പക്ഷേ ഒരു ദിവസം കൂടെ നടന്നിട്ടും ഞാനൊന്നും നേടിയില്ല. ദുഃഖത്തിൻ്റെ കൂടെ അരക്കാതം ഞാൻ നടന്നു, ഒന്നും പറഞ്ഞില്ല, പക്ഷേ പറഞ്ഞതൊക്കെ ജ്ഞാനമായിരുന്നു. ഞാൻ ജ്ഞാനിയായി മാറി നടത്തത്തിന് ശേഷം. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഇപ്പോൾ സങ്കടക്കാലമാണെങ്കിൽ ആ കാലം ജ്ഞാനത്തിൻ്റെ കാലമാണ് എന്ന് തിരിച്ചറിയുക. ഈ ദുഃഖകാലങ്ങൾ നമുക്ക് നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പുറത്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഇരുൾക്കാലങ്ങളാണ്. ഈ എഡ്യൂക്കേഷൻ എന്ന പദത്തിൻ്റെ മൂലപദം ലത്തീൻ പദമായ എഡ്യൂക്കാരെ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം പുറത്തെടുക്കുക, വലിച്ചു പുറത്തെടുക്കലാണ് എഡ്യൂക്കാരെ എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ദുഃഖം വരുമ്പോഴാണ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തേക്ക് വരിക. നിങ്ങളിതിപ്പോൾ വിശ്വസിക്കില്ല, പക്ഷേ സത്യം അതാണ്. ആ സമയത്ത് ദുഃഖത്തിൽ പിടയുന്ന നേരത്ത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ക്ഷമ പഠിക്കും, നിങ്ങളെ തന്നെ ഉൾക്കൊള്ളാൻ പഠിക്കും, പ്രശ്നങ്ങളെ നേരിടാൻ പഠിക്കും, പ്രശ്നകാരികളെ ഉൾക്കൊള്ളാൻ പഠിക്കും. ഇങ്ങനെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുന്നത് ദുഃഖനേരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അതിഥികളായിട്ട് എത്തിയതുകൊണ്ടാണ്. അതെ, ചിലപ്പോൾ ദുഃഖം പ്രതീക്ഷിക്കാത്ത അതിഥിയായിട്ട് വരും, പിന്നെ പോകാത്ത വാടകക്കാരനായി മാറും.
അപ്പോൾ നിങ്ങൾ തളർന്നു പോവും. ഈ വാടക വീടൊഴിഞ്ഞ് ഈ വാടകക്കാരൻ പോകുന്നില്ലല്ലോ. ചില നേരത്ത് വാടകക്കാരൻ ഉടമയെപ്പോലെ പെരുമാറിയെന്നും വരും. പക്ഷെ ഓർത്തേക്കുക, ദുഃഖകാലങ്ങൾ നിങ്ങൾക്ക് സത്യത്തിൽ നന്മയെ തന്നിട്ടുള്ളൂ. ദുഃഖമൊന്നും മാറ്റാൻ ശ്രമിക്കേണ്ട. ഒരു കുഞ്ഞ് നോക്കുമ്പോൾ ബട്ടർഫ്ലൈ അതിൻ്റെ കൊക്കൂൺ ഭേദിച്ച് പുറത്തു വരാൻ ശ്രമിക്കുകയാണ്. കഷ്ടപ്പെട്ട് കൊക്കൂൺ ഭേദിക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിന് സഹതാപം തോന്നി. പാവം കഷ്ടപ്പെടുന്ന കണ്ടില്ലേ, എന്തൊരു പൊല്ലാപ്പാണ്. കുഞ്ഞാകെ കൊക്കുടങ്ങൾ പറിച്ചു കൊടുത്തു. അപ്പം വന്നിട്ട് പറഞ്ഞു, വിഡ്ഢി, എന്തും മണ്ടത്തരം നീ ചെയ്തത്. അത് കൊക്കൂൺ ഭേദിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ചിറകിൽ ഒരു തരം സ്രവം വന്നു ചേരും. അതുള്ളതുകൊണ്ടാണ് അതിന് ബലം കിട്ടുക. നീ ഇപ്പോൾ കൊക്കൂൺ ഭേദിച്ചുകൊണ്ട് ഇനി സ്രവം വന്നു ചേരില്ല ചിറകുകളിൽ. ചിറകുകൾക്ക് ബലം കിട്ടില്ല, അതിന് പറക്കാൻ പറ്റില്ല. നീ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഭയങ്കര മോശമാണ് ആ ചിത്രശലഭത്തോട് കാണിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ദുഃഖ സമയങ്ങൾ മുഴുവൻ അട്ടിപ്പായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഏതോ അദൃശ്യമായ സ്രവങ്ങളുടെ, ഏതോ അദൃശ്യമായ കരുത്തിൻ്റെ ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ദുഃഖമേ നിനക്ക് പുലർക്കാല വന്ദനം എന്ന് പറയണം, പറഞ്ഞേ തീരും. രണ്ടാമതായിട്ട്, കനത്ത ദുഃഖങ്ങൾ ഏറ്റവും ക്രിയേറ്റീവായ സമയങ്ങളായി മാറ്റാൻ പറ്റും. വേണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത ദുഃഖം വരും, നിങ്ങൾ ആദ്യം ഡിപ്രസ്ഡ് ആവും. നിങ്ങളുടെ കുടുസ് ലോകത്ത് അടിഞ്ഞ് വീണ് കിടക്കും. പക്ഷേ എത്ര അങ്ങനെ കിടക്കും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ കോപ്പിംഗ് മെക്കാനിസം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ രൂപപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങൾ ജീവിതത്തെ നേരിടാൻ പഠിക്കുന്നു, നിങ്ങൾ ക്രിയേറ്റീവ് ആകുന്നു. ചില ആളുകൾ വല്ലാതെ ദുഃഖിക്കുന്ന സമയത്താണ് അവർക്ക് നഷ്ടമായിരുന്ന പല നല്ല ശീലങ്ങളും വീണ്ടെടുക്കുന്നത്. ഓക്കെ, ചില ആളുകൾ ചീത്ത ശീലങ്ങളുടെ പിന്നാലെ പോകും, അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നല്ല ശീലങ്ങൾ വീണ്ടെടുക്കുന്ന മനുഷ്യർ അവർ ജീവിക്കാൻ വേണ്ടിയാണ്, സർവൈവൽ മെക്കാനിസമാണ്. അവർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യും. ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കഥകളും പുസ്തകങ്ങളും എഴുതപ്പെട്ടത് ആ എഴുതിയവരുടെ ദുഃഖനേരങ്ങളിലാണ്. യോബിൻ്റെ പുസ്തകം, സങ്കീർത്തനം, ബൈബിളിൽ തന്നെ ഏറ്റവും ദുഃഖിതമായ സമയങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് അതെല്ലാം. അതുപോലെ തന്നെ യോഹന്നാൻ കുരിശിൻ്റെ പുസ്തകങ്ങൾ, ആവിലയിലെ അമ്മ ത്രേസ്യയുടെ പുസ്തകങ്ങളൊക്കെ സങ്കട നേരങ്ങളുടെ സന്തോഷ പകർപ്പുകളാണ്. അതൊക്കെ നമുക്ക് ആത്മീയ അനുഭൂതി നൽകുന്നുണ്ട്. അവർ എരിഞ്ഞെരിഞ്ഞ് വട്ടം പരത്തുകയായിരുന്നു. ആരോ സൂര്യനോട് ഇങ്ങനെ ചോദിച്ചു, നിന്നെപ്പോലെ ഷൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ, എങ്ങനെ പറ്റുന്നു? അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് സൺ, ലേൺ ഫസ്റ്റ് ഹൗ ടു ബേൺ ലൈക്ക് സൺ. സണ്ണിനെ പോലെ ഷൈൻ ചെയ്യാൻ ആദ്യം സണ്ണിനെ പോലെ ബേൺ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ബേൺ ചെയ്യാതെ ഷൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദുഃഖം ഇരുട്ട് നേരം നിങ്ങളെ ബേൺ ചെയ്യും, പക്ഷെ നിങ്ങളാണ് ഷൈനിങ് സ്റ്റാറായി മാറുക. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പരാതി പറയുന്നത്?